നമസ്കാരം. ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ചിങ്ങം 1 മുതൽ ചില നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ഒരു മഹാഭാഗ്യം പറയപ്പെടുന്നു. എന്തെന്നാൽ ഇനി പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ഉള്ള വീടുകളിൽ അവർ മൂലം ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. അതായത് ചിങ്ങമാസം പിറക്കുന്നതിലൂടെ ചില പ്രത്യേക നക്ഷത്രക്കാർ പുരുഷന്മാരെങ്കിൽ നല്ല ഫലങ്ങൾ ഇവർക്ക് പറയപ്പെടുന്നു. ഈ നക്ഷത്രക്കാർ ആൺമക്കളായോ പുരുഷന്മാരായോ വീട്ടിലുണ്ടെങ്കിൽ കുടുംബത്തിന് തന്നെ ഉയർച്ചയുണ്ടാകാൻ പോവുകയാണ് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാം. അത്രയധികം ഭാഗ്യമാണ് ഇവർ മൂലം ആ കുടുംബത്തിന് വന്നു ചേരാൻ പോകുന്നത്. തള്ളിക്കളഞ്ഞവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും നിങ്ങൾ മൂലം ഉയർച്ച കൈവരിക്കുന്ന അഭിമാന നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷനാണോ നിങ്ങൾ? എങ്കിൽ തല ഉയർത്തി നിൽക്കാൻ നിങ്ങൾക്കിനി. നിങ്ങളുടെ സമയം ആരംഭിക്കുകയാണ്. വിജയമാണ്, നേട്ടമാണ്, ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം. അതിനു മുമ്പായി എല്ലാവരും നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നുള്ളതിൽ സംശയം വേണ്ട. ആദ്യത്തെ നക്ഷത്രം ചിത്തിരയാണ്. ഈ നാളുകാരായ ആൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും നല്ല മാറ്റങ്ങൾ വരുന്നതായി കാണാം. ഇവർ എത്ര കാലം പരിശ്രമിച്ചിട്ടും പരിശ്രമഫലം കാണാതെ വന്നതെല്ലാം ഇനി മാറിമറിയും. ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവുകളുണ്ടാകും. ഇപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിങ്ങളെ വിജയം തേടി വരുമെന്നുള്ളതിൽ സംശയം വേണ്ട. നിങ്ങൾ മൂലം കുടുംബത്തിന് അഭിമാന നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയും വന്നുചേരും. നിങ്ങൾ മൂലം കുടുംബത്തിൽ അഭിമാന നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തല ഉയർത്തി ജീവിക്കാൻ പറ്റുന്ന, സമൂഹത്തിൽ നിലയും വിലയും വന്നു ചേരുന്ന ദിവസങ്ങളാണ് ചിത്തിര നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. രണ്ടാമത്തേത് രേവതി നക്ഷത്രമാണ്. ഈ നാളുകാരായ ആൺമക്കളിലൂടെ കുടുംബത്തിലും ജീവിതത്തിലും ഉയർച്ചയുണ്ടാകും. വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക ഉയർച്ച ഇവർക്ക് ഫലമായി പറയപ്പെടുന്നു. ഇവരുടെ അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ വലിയ സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾ മൂലം വന്നുചേരും. മാതാപിതാക്കൾക്ക് അഭിമാനിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ ഈ മക്കൾ കൊണ്ടു നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. തൊടുന്നതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സമയമാണ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. ഉയർച്ചയുടെ ദിവസങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. ഇതുവരെ നഷ്ടപ്പെട്ടു പോയ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ തിരിച്ചു പിടിക്കാനുള്ള നേരം ആഗതമായിരിക്കുന്നു. കഠിന പരിശ്രമം ചെയ്തുകൊള്ളൂ. നിങ്ങൾ മൂലം കുടുംബത്തിൻ്റെ അഭിമാന നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും ആഡംബര ജീവിതം നയിക്കാനുള്ള ഒരു ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്നതാണ്. ഇത് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക. കുടുംബത്തിൽ നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന നിലയും വിലയും ലഭിക്കും. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും. എന്തുകൊണ്ടും ഭാഗ്യമാണ്. ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രമുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ ആൺമക്കളുള്ള വീട്ടിൽ അവരുടെ നക്ഷത്ര പ്രഭ കാരണം, അവരുടെ ഐശ്വര്യം കാരണം ഇനി വീട്ടിൽ നിറയെ സൗഭാഗ്യങ്ങൾ ആ ഓരോ കുടുംബാംഗങ്ങൾക്കും വന്നു ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിങ്ങളുടെ ജീവിത പങ്കാളിക്കും ഉയർച്ചയുണ്ടാകും. ഇവരുടെ അച്ഛനമ്മമാർക്കും രാജയോഗ തുല്യമായ ഫലങ്ങളാണ് കാണുന്നത്. ഇവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസം മാറിക്കിട്ടും. ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും എല്ലാം വന്നു ചേരും. ഇവർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് വരെ രക്ഷപ്പെടാനുള്ള സമയം ആഗതമായിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഒരു തൊഴിലില്ലാതെ വിഷമിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു തൊഴിൽ ലഭിക്കാൻ പോകുന്നു. അതുമൂലം നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെ പറയാം. ഇനി നിങ്ങളാൽ കുടുംബത്തിന് അഭിമാന നേട്ടങ്ങൾ, അഭിമാന നിമിഷങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങളാണ് ചിങ്ങം 1 മുതൽ ആരംഭിക്കുന്നത്. ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. അടുത്തത് പൂയം നക്ഷത്രമാണ്. ഇവർ ജീവിതത്തിൽ കഠിനാധ്വാനം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രക്കാരാണ്. വീട്ടിൽ ഈ നക്ഷത്രക്കാരനായ പുത്രനുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും ഉയർച്ചയുണ്ടാകും. സാമ്പത്തിക ഉന്നതി, പുണ്യപ്രവൃത്തി എല്ലാം ഫലമായി പറയുന്നു. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് ഇവർക്ക് വശ്യമായി വരും. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുമെന്നർത്ഥം. ഇത് ഈശ്വരൻ സഹായിച്ച് ഇവർക്ക് മംഗളമായി വന്നു ചേരുന്നൊരു ഭാഗ്യമാണ്. സങ്കടങ്ങൾ തീർന്ന് സന്തോഷം ലഭിക്കാൻ പോകുന്നു. ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരിന് ഫലമെന്ന പോലെ ചിങ്ങം 1 മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ അടിക്കടി വന്നു ചേരും. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ, സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന രീതിയിൽ സൗഭാഗ്യകരമായി വന്നു ചേരും.
ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. നിങ്ങൾക്കിനി നേട്ടമാണ്, ഭാഗ്യമാണ്. ഇനി ഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യ മഴ പെയ്യിക്കും. സത്യം. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ തീരാൻ പോകുന്ന ഒരു സമയമാണ് ചിങ്ങം 1 മുതൽ എന്ന് തന്നെ പറയാം. സ്ഥിരമായി നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി നിലനിൽക്കുന്ന രീതിയിൽ, സന്തോഷം നിലനിൽക്കുന്ന രീതിയിലുള്ള നല്ല അവസരങ്ങളും ഭാഗ്യങ്ങളും ഇനി വന്നു ചേരും. ജീവിതത്തിൽ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. ധനപരമായ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറും. അതായത് ധനപരമായ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയുമൊത്ത് നല്ല രീതിയിലൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കും. ഇവരുടെ അച്ഛനമ്മമാർക്കും ഉയർച്ച നിങ്ങൾ മൂലം വന്നു ചേരും. മാതാപിതാക്കൾക്ക് അഭിമാന നേട്ടങ്ങൾ നിങ്ങൾ മൂലം പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ജീവിതം ഇനി രക്ഷപ്പെടാൻ പോകുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഈ നാളുകാരുള്ള ആൺമക്കൾ അല്ലെങ്കിൽ പുരുഷന്മാർ ജീവിതത്തിൽ ഉയർച്ച നേടാൻ പോകുന്ന സമയമാണ് ചിങ്ങം 1 മുതൽ. തീയിൽ കുരുത്തവർ എന്ന് പറയുന്ന ഇവർ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ജീവിതത്തിൽ ഇനി കരകയറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടിന് ഫലം കാണും. അതായത് നിങ്ങൾ എന്ത് കാര്യത്തിൽ കഠിന പരിശ്രമം ചെയ്തോ അതിൽ നിങ്ങൾക്കിനി വിജയം കണ്ടുകിട്ടുന്ന, വിജയം വന്നു ചേരുന്ന നിമിഷങ്ങളാണ് കാത്തിരിക്കുന്നത്. ചിങ്ങം 1 മുതൽ നിങ്ങൾ പ്രതീക്ഷിച്ച നേട്ടങ്ങളും തൊഴിൽപരമായിട്ടാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും അതൊക്കെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരാൻ സമയമായിരിക്കുന്നു. ജീവിതത്തിൽ നാളിതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. 4 ഇരട്ടി ഗുണവും ഉയർച്ചയും വന്നു ചേരാനുള്ള സമയം ചിങ്ങം 1 മുതൽ ആഗതമായിരിക്കുന്നു. ഇവരുടെ കൂടെ ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നത്. കുടുംബ ദൈവത്തെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഈ ഐശ്വര്യങ്ങളൊക്കെ എത്രയും വേഗം നിങ്ങൾക്ക് അനുഭവയോഗ്യമാക്കി എടുക്കാൻ സാധിക്കും. സർവ്വമംഗളങ്ങളും വന്നു ചേരും. ജീവിതം ഇനി രക്ഷപ്പെടാൻ പോകുന്നു. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്തത് അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് ഇനി ഉയർച്ച വന്നു ചേരും. നല്ല മാറ്റങ്ങളുണ്ടാകും. ജീവിതത്തിൽ ഉയരാൻ പോവുകയാണ്. ഇവരുടെ പ്രയാസങ്ങളും കഠിനാധ്വാനവും കഷ്ടപ്പാടും മാറാൻ പോകുന്നുവെന്ന് തന്നെ പറയാം. വീട്, വാഹനം, വസ്തു, സന്താന ഭാഗ്യം എന്നിവയെല്ലാം വന്നു ചേരുന്നൊരു സമയമാണ് ചിങ്ങം 1 മുതൽ. എഴുതി തള്ളിയവർ വരെ നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടുന്ന, നിങ്ങളുടെ ഉയർച്ച കണ്ട് അമ്പരക്കുന്ന സമയമാണിനി. നല്ല സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ജീവിതത്തിൽ ഇനി രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങൾ നേടാൻ പോകുന്നു. ഇനി അഭിമാന നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ദിവസങ്ങളാണ് അനിഴ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന ഒരു സമയമാണ് ചിങ്ങം 1 മുതൽ. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മനസ്സ് പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയാൽ അതിൽ നിങ്ങൾക്ക് ഗുണം വന്നു ചേരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതുവരെ അനുഭവിച്ചിരുന്ന, അതായത് ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ ചതയ നക്ഷത്രക്കാർ ഇതുവരെയും അനുഭവിച്ചു വന്നു. ഇനി ആരുടെയും മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരില്ല. സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും കുടുംബജീവിതത്തിലും ഉയർച്ച വന്നു ചേരുന്ന ദിവസങ്ങളാണ് കാത്തിരിക്കുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച മക്കളുണ്ടെങ്കിൽ ആ മക്കളാൽ മാതാപിതാക്കൾക്ക് അഭിമാന നേട്ടങ്ങൾ വരെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ചിങ്ങം 1 മുതൽ നടന്നു കിട്ടും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇനി കൈക്കുമ്പിളിൽ എത്തിച്ചേരും. ഇനി നല്ല സമയം ആരംഭമാണ്. ചിങ്ങം 1 മുതൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി നടന്നു കിട്ടും. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ നിലവാരമൊക്കെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരിക്കും. അവസാനമായി മൂലനക്ഷത്രമാണ്. മൂലനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ യോഗങ്ങൾ വരാൻ പോകുന്ന സമയമാണ്. അതായത് ഭാഗ്യയോഗങ്ങൾ, ധനയോഗം, സൗഭാഗ്യയോഗമൊക്കെ വന്നു ചേരാൻ പോകുന്ന സമയമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് കേസരി യോഗം വന്നു ചേരാനുള്ളൊരു ഭാഗ്യം ചിങ്ങം 1 മുതൽ കാണുന്നു. ഇവരുടെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യ നിമിഷങ്ങളാണ് ചിങ്ങം 1 മുതൽ ആരംഭിക്കുന്നത്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറാൻ പോകുന്ന സമയം. ഇനി വൻ ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ പുരുഷന്മാർ വീട്ടിലുണ്ടെങ്കിൽ കുടുംബത്തിൽ അപ്പാടും ഉയർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സ്വപ്നം കണ്ടതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ജീവിതം ഇനി ഉയർച്ചയുടെ പടവുകൾ കയറാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഇനി മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. നല്ല തൊഴിൽ, നല്ല സമ്പാദ്യം, നല്ലൊരു കുടുംബജീവിതം എല്ലാം നിങ്ങൾക്കിനി വന്നു ചേരും.
ഏറെ നാളായി വിവാഹ ആലോചനകളൊക്കെ നോക്കിയിട്ട് പല രീതിയിൽ മുടങ്ങിപ്പോയവരാണെങ്കിൽ ആ വിഷമങ്ങളൊക്കെ ഉടനെ മാറാൻ പോകുന്നു. നല്ലൊരു വിവാഹ ആലോചനയും നല്ലൊരു ജീവിത പങ്കാളിയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നല്ലൊരു തൊഴിൽ കിട്ടാനുള്ളൊരു യോഗവും ഉപരിപഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തൊഴിലിന് വേണ്ടി വിദേശ യാത്രയൊക്കെ നടത്താനുള്ളൊരു ഭാഗ്യം കാണുന്നു. എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.